നമ്മുടെ കരളില് ലിവറിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമ്മുടെ ശരീരത്തിൽ ധാരാളം ലക്ഷണങ്ങൾ കാണിച്ചു തരാറുണ്ടല്ലേ. പക്ഷെ ഇന്ന് ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഈ 3 ലക്ഷണങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ തന്നെ തുടക്കത്തിലേ നമുക്ക് പല രോഗങ്ങളും മനസ്സിലാക്കാനും ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ചികിത്സ നൽകാനും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ലിവറിനെ കൺട്രോൾ ചെയ്യാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവയവമാണല്ലേ. നമ്മൾ കഴിച്ച ഭക്ഷണത്തിനൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ദഹിപ്പിക്കുക. ഇപ്പൊ ശരീരത്തിന് എന്തെങ്കിലും ടോക്സിൻസ് പോലെയുള്ള കാര്യങ്ങൾ, മാലിന്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിനെ പുറത്തു കളയുക എന്നിങ്ങനെ പറയുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഒരു സെക്കൻഡ് ലാർജ് ഓർഗൻ ആയിട്ടാണ് നമ്മൾ ലിവറിനെ കണക്കാക്കുന്നത്. ഒരു വട്ടം നിങ്ങളുടെ ലിവർ ഡാമേജ് ആയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ലിവർ ഹെൽത്തി ആണെങ്കിൽ പോലും ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തുടക്കത്തിലേ ഈ പറയുന്ന ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ലിവർ ഡാമേജ് ആകുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കണ്ടുവരുന്നതാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ. ചില സമയത്ത് ഗ്യാസ് നന്നായിട്ട് കൂടി വരും. അതായത് വയറിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഗ്യാസ് കെട്ടിയിരിക്കുന്നത് പോലെ, വയറെപ്പോഴും സ്തംഭിച്ചിരിക്കുന്നത് പോലെ, വീർത്തിരിക്കുന്നത് പോലെ നമുക്കൊരു വിമ്മിഷ്ടം പോലെ തോന്നും. രണ്ടാമത്തെ ഒരു കാര്യമാണ് അസിഡിറ്റി നന്നായിട്ട് കൂടി വരിക, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെയുള്ള കാര്യങ്ങള്, വിശപ്പ് തീരെ ഉണ്ടാവില്ല, വിശപ്പ് നന്നായിട്ട് കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷൻ, ഫോഴ്സ്ഫുള്ളി നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ വയറിൽ വേദന, വയറുവേദന എന്ന് പറയുമ്പോൾ വലത്ത് ഭാഗത്ത് മുകളിലായിട്ട് ഏകദേശം ഈ ഒരു സൈഡിലുണ്ടല്ലോ എപ്പോഴും നന്നായിട്ടൊരു വേദന. ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേയിൽ എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ടൊരു വേദന പോലെ തോന്നുക. പിന്നെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. ലിവർ സിറോസിസ് ഒക്കെ ആണെങ്കിൽ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു വരിക. ഇത്തരത്തിൽ പറയുന്ന കണ്ടീഷൻസ് ആണ് ആദ്യമായിട്ട് നമുക്ക് തോന്നുക. ഇതിന്റെ കൂടെ ഛർദി, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഛർദി നന്നായിട്ടുണ്ടാകും. നോസിയ സെൻസേഷൻ, ഇപ്പോഴും ഛർദിക്കാൻ വരുന്നത് പോലെ നമുക്ക് തോന്നുക. ഇതൊക്കെയാണ് ആദ്യമായിട്ട് നമുക്ക് കണ്ടുവരിക. അതുപോലെ ഇപ്പൊ ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ പോലെയുള്ള കാര്യങ്ങൾ വന്നു അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വയറ് നന്നായിട്ട് ചാടി വരും. വയറ് ചാടി വരുന്നത് കൂടിയായിട്ട് ഈ ഒരു ഭാഗത്ത് വലത്തെ സൈഡിലൊക്കെ ആയിട്ട് വേദനയും കണ്ടുവരാറുണ്ട്. ഈ ഒരു വേദന ചില സമയങ്ങളിലുണ്ടല്ലോ റേഡിയേറ്റ് ചെയ്യാറുണ്ട്. പല സമയത്തും റേഡിയേറ്റിംഗ് പെയിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി മറ്റു പല ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിലാണ് മലത്തിന്റെ ചേഞ്ചുകൾ, മലത്തിന്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആവുക, ഒരു യെല്ലോ കളർ പോലെ തോന്നും, റെഡ് കളർ പോലെ തോന്നും, ഇങ്ങനത്തെയുള്ള കണ്ടീഷൻസും കണ്ടുവരാറുണ്ട്. ഇനി ലിവർ സിറോസിസ് ഒക്കെ ആണെങ്കിൽ വയറിൽ അസൈറ്റീസ് പോലെയുള്ള കാര്യങ്ങൾ, വയറിൽ എപ്പോഴും വെള്ളം നന്നായിട്ട് കെട്ടി നിൽക്കുക, വയറെപ്പോഴും വീർത്തിരിക്കുക, ശരിക്കും വയറിന്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ അസൈറ്റീസ് എന്ന് പറയാ. ഇത് ലിവർ സിറോസിസ് ലാസ്റ്റ് ഡാമേജ് ആകുന്ന കണ്ടീഷൻസിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പൊ ഈ പറയുന്ന ലക്ഷണങ്ങളാണ് നമുക്ക് ലിവർ ഡാമേജ് വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്ക് കണ്ടുവരിക. ഇനി ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ പല ആളുകളും പലതരം മെഡിസിൻസും എടുക്കാറുണ്ട്. അതായത് അലോപ്പതി പോലെയുള്ള കാര്യങ്ങൾ, ആയുർവേദം, ഹോമിയോപ്പതി, ഇങ്ങനെ കുറെ മരുന്നുകൾ എടുക്കും. പക്ഷേ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നം കൂടിക്കൂടി വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒന്നാമതായിട്ട് അൾട്രാസോണോഗ്രാഫി ചെയ്യാനായിട്ട് നോക്കുക. അതായത് വയറിന്റെ ഒരു സ്കാനിങ് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും നിങ്ങൾ ചെയ്യുക. ഇത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് മനസ്സിലാകും വയറിന്റെ കണ്ടീഷൻ എന്താണ്, ലിവറിന്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. ഇനി രണ്ടാമത്തെയാണ് സ്കിന്നിൽ കണ്ടുവരുന്ന കുറച്ച് ചേഞ്ചസ് കേട്ടോ. ലിവർ ഡാമേജ് ആകുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ബിലിറുബിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റിന്റെ അളവ് നന്നായിട്ട് കൂടി വരും. ഇതിനൊരു മഞ്ഞ കളർ ആയതുകൊണ്ട് തന്നെ ഇത് പതുക്കെ നമ്മുടെ സ്കിന്നിൽ ഡിപ്പോസിറ്റ് ആവുക, കണ്ണിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ലൊരു മഞ്ഞപ്പ് പോലെ, മഞ്ഞപ്പിത്തം എന്ന് നമുക്ക് പറയാം, ജോണ്ടിസ് എന്നും പറഞ്ഞു വരുന്നതാണ്. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് സ്കിന്നിൽ കണ്ടുവരുന്ന ഒരു ചേഞ്ചസ്. രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് റാഷസ്, സ്കിൻ റാഷസ്. ഇതേപോലെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗത്തുമായിട്ട് അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കാലിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചൊറിഞ്ഞു തടിച്ച് നല്ലൊരു ചൊറിച്ചിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റാഷസ് ഒക്കെ പൊതുവേ കണ്ടുവരുന്നതാണ് ലിവർ ഡാമേജ് ആകുന്ന കണ്ടീഷൻസിൽ. അപ്പൊ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്, ഈ പറഞ്ഞ ലക്ഷണങ്ങളും കൂടി ഒത്തുകൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അതുപോലെ തന്നെ USG പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് സ്കിന്നിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്പൈഡർ ആൻജിയോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇത് സെയിം ഇതേപോലെ നമ്മുടെ ചിലന്തി വല ഉണ്ടല്ലോ, എട്ടുകാലിയുടെ വല പോലെ ഇതേപോലെ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കൂടുതൽ നമ്മുടെ കാലിന്റെ ഭാഗത്താണ് ഇത് കണ്ടുവരിക. അപ്പൊ ഇതും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് നമ്മുടെ ലിവർ ഡാമേജിന്റെ. ഇത് കണ്ടാലും നിങ്ങൾ അധികം വെച്ചോണ്ടിരിക്കരുത്. നിങ്ങൾ പറഞ്ഞ പോലെ റുട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടും കൂടി നോക്കും. ഇനി അടുത്തതാണ് കാലുകളിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ. നമ്മുടെ കരളിൽ ഡാമേജ് ആകുന്ന സമയത്തുണ്ടല്ലോ കാലിന്റെ ഭാഗത്തേക്കും കുറച്ച് ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാറുണ്ട്. അതിലൊന്നാമത്തെ കാര്യം തന്നെയാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, കാലിന്റെ ഭാഗത്ത് നീര് നന്നായിട്ട് വരിക.
കൂടുതലും നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത്, ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കാലിന്റെ ഭാഗത്ത് നന്നായിട്ട് ഒരു പഫിനെസ് പോലെ കണ്ടുവരും. അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്തും കാലിന്റെ ഭാഗത്ത് ഒരു നീർക്കെട്ട് വരാറുണ്ട്. പക്ഷെ ഈ നീർക്കെട്ടിന് ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നമ്മളൊരു വിരലുകൊണ്ട് ഇങ്ങനെ കുഴിച്ചു നോക്കുമ്പോണ്ടല്ലോ, അതിങ്ങനെ കുഴിഞ്ഞു പോകും. പിറ്റിങ് എഡിമ എന്ന് നമ്മളിതിനെ പറയും. ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന്റെ കാരണം നോക്കി കഴിഞ്ഞാൽ ലിവർ ഡാമേജ് ആകുന്ന സമയത്തുണ്ടല്ലോ, ശരീരത്തിലെ ആൽബ്യൂമിന്റെ അളവ് നന്നായിട്ട് കുറയും. ഇത് ശരീരത്തിൽ വാട്ടർ റിട്ടൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും കൂടുതലും നമ്മുടെ കാലിന്റെ ഭാഗത്ത് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് നീർക്കെട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാലാണ് സ്പൈഡർ വെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിന്റെ ഈ ഒരു ഭാഗത്ത് ചിലന്തി വല പോലെ ഇത്തരത്തിലുള്ള ഒരു സ്പൈഡർ വെയിൻ കാണുകയാണെങ്കിൽ ഇത് നമുക്കൊരു കരളിന്റെ ഡാമേജ് ആകുന്നതിന്റെ ഒരു ലക്ഷണത്തിലേക്കാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 മേജർ ആയിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഏറ്റക്കുറച്ചിലായിട്ട് തോന്നുകയാണ്, ശരീരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, തീരെ മാറുന്നില്ല, എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരെ മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ, USG പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടും കൂടി നോക്കുക. കാരണം നമ്മുടെ അടുത്തും ധാരാളം പേഷ്യൻസ് ഉണ്ടല്ലോ, ഗ്യാസ് അസിഡിറ്റിക്കായി വന്നിട്ട് അത് നോട്ടീസ് ചെയ്യാതെ പതുക്കെ പതുക്കെ ലിവർ സിറോസിസിലേക്ക് വരെ എത്തിയിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. സോ അങ്ങനെയുള്ള തെറ്റുകളൊന്നും നിങ്ങൾ ചെയ്യരുത്. ധാരാളം ആളുകൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷെ അറിയാത്ത കുറെ ആളുകളും കൂടി ഉണ്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.